ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഈ ലോകത്തിലേക്ക് ശരീരമെടുത്ത് വന്നിരിക്കുന്നത് നാം അനുഭവിക്കാനുള്ള കുറേ കർമ്മങ്ങൾ അനുഭവിച്ചു തീരാനാണ്. ആ കർമ്മങ്ങൾക്ക് പ്രാരബ്ധം എന്നാണ് പറയുന്നത്. പ്രാരബ്ധ കർമ്മം നാം ആഗ്രഹിച്ചില്ലെങ്കിലും അത് വന്നു തീരുക തന്നെ ചെയ്യും. സുഖമായാലും ദുഃഖമായാലും. ദുഃഖം വേണ്ട എന്ന് കരുതിയാലും അത് വരും. സുഖമാണെങ്കിൽ അത് വേണമെന്ന് കരുതിയത് കൊണ്ട് മാത്രമല്ല, വേണ്ട എന്ന് കരുതിയാലും അത് വന്നു ചേരുക തന്നെ ചെയ്യും. ഇങ്ങനെ സുഖദുഃഖാദികൾ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വരുന്നു. എന്തുകൊണ്ടാണത്? അത് നാം മുമ്പ് ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ ആ ആഗ്രഹങ്ങളുടെ സമാഹാരങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള ഈ ഒരു ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനാൽ ഈ ബോധത്തോടു കൂടി സ്വധർമ്മം ചെയ്ത് നമ്മൾ ഓരോരുത്തരും എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അതാണ് സ്വധർമ്മം ചെയ്തു യാതൊന്നും ആഗ്രഹിക്കാതെ കേവലം എന്നെത്താൻ ആശ്രയിപ്പോർക്കോ സത്വമുൾ തിങ്ങി നിൽക്കയാം. നാം ഈ ലോകത്തിലേക്ക് ശരീരമെടുത്തു വന്നു. ഇനി നാം എന്ത് ചെയ്യണം? നാം ചെയ്യേണ്ടതായ സ്വധർമ്മം ചെയ്യുക തന്നെ വേണം. ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ഓരോന്നാണ്. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭാര്യയുടെ സ്വധർമ്മം ഭാര്യ അനുഷ്ഠിക്കണം. ഭർത്താവ് എന്ന നിലയ്ക്ക് ഭർത്താവിൻ്റെ സ്വധർമ്മം ഭർത്താവ് അനുഷ്ഠിക്കണം. അച്ഛൻ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ചെയ്യേണ്ടതെന്തോ അത് മക്കൾക്ക് ചെയ്തു കൊടുക്കണം. അത് ചെയ്യുന്നതോടൊപ്പം ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ആ പരമ്പൊരുളിനെ നിരന്തരം നമ്മൾ സ്മരിക്കുകയും വേണം. നമുക്ക് ഇത്രയും തന്നത് ആ ഈശ്വരൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ഒരു ബോധം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ തോന്നുക? ഇതൊക്കെ ഞാനാണ് ചെയ്തത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് നേടാൻ സാധിച്ചത്, മറ്റുള്ളവരുടെ ദുഷിച്ച ചിന്തകളെ കൊണ്ടാണ് എനിക്ക് ദുഃഖാനുഭവങ്ങൾ ഉണ്ടായത് എന്നെല്ലാം, എനിക്കുണ്ടായ സുഖത്തിന് കാരണം ഞാനും എനിക്കുണ്ടാകുന്ന ദുഃഖത്തിന് കാരണം മറ്റുള്ളവരുമാണ് എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിൽ രാഗദ്വേഷാദികൾ വളർന്ന് അസ്വസ്ഥരായി തീരുക സ്വാഭാവികമാണ്. അതിനാൽ ആ രണ്ട് ചിന്തകളും, രാഗവും ദ്വേഷവും, നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതാണ് സ്വധർമ്മം ചെയ്തു യാതൊന്നും ആഗ്രഹിക്കാതെ കേവലം എന്നെത്താൻ ആശ്രയിപ്പോർക്കൂ. എന്നെ എന്ന് പറഞ്ഞാൽ ആ സർവേശ്വരനെ, ഈശ്വരനെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് സത്വമുൾ തിങ്ങി നിൽക്കയാം. സത്വഗുണം വളർന്ന് ആ പരമമായ തേജസ്സിനെ അനുഭവിക്കാനും അറിയാനും അവർക്ക് സാധിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ശ്വാസവും. അതുകൊണ്ട് നാം ഈ സുഭാഷിതം ഒന്നുകൂടി ഓർമ്മിക്കുക. സ്വധർമ്മം ചെയ്തു യാതൊന്നും ആഗ്രഹിക്കാതെ കേവലം എന്നെത്താൻ ആശ്രയിപ്പോർക്കോ സത്വമുൾ തിങ്ങി നിൽക്കയാം.